നിങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് ക്ഷീണം തോന്നാറുണ്ടോ? പെട്ടെന്ന് ഒരു കാര്യമില്ലാണ്ട് മനസ്സിലിങ്ങനെ ദേഷ്യം വരാറുണ്ടോ? അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ നമ്മളിങ്ങനെ ചെയ്യാനിരിക്കുന്നു. അപ്പോൾ തീരെ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടോ? എങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാറ്റം തുടങ്ങേണ്ടത് ജസ്റ്റ് ഒറ്റ ഗ്ലാസ് വെള്ളത്തിൽ നിന്നാണ്. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഒരു കഥ പറഞ്ഞുതരാം. ഒരു നാട്ടിൽ ഒരു അടിപൊളി വയലുണ്ടായിരുന്നു. ആ ഒരു വയലിൻ്റെ നടുക്കുകൂടി ഒരു തോടിങ്ങനെ ഒഴുകി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ തോടിൽ നിന്ന് വെള്ളമായിരുന്നു ആ ഒരു കർഷകൻ അവിടുത്തെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അയാൾ സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ കൃഷി നടത്തിക്കൊണ്ട് വരികയായിരുന്നുണ്ട്. വർഷങ്ങളോളം അയാൾക്ക് ഉഷാറായിട്ട് അയാളുടെ കൃഷി നടന്നുപോയി. അപ്പോൾ ഒരു വർഷം എന്താക്കി, അയാൾ ഈ തോടിൽ നിന്ന് വരുന്ന വെള്ളത്തിന് തീരെ ശ്രദ്ധിക്കാണ്ടായി. അതിൻ്റെ സൈഡിലുണ്ടായ മാലിന്യങ്ങളൊന്നും അയാൾ നീക്കം ചെയ്യാതിരുന്നു. അപ്പോൾ അവിടെ ഇവിടെയും ഫുള്ള് മാലിന്യങ്ങൾ നിറഞ്ഞിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറേ കുറഞ്ഞു. എന്നുവെച്ചാൽ പകുതിയായി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വർഷം ആ ഒരു കർഷകന് ഭയങ്കരമായിട്ട് കൃഷി കുറഞ്ഞു. അപ്പോൾ അയാളിങ്ങനെ വിഷമിച്ചിരുന്നു. ഞാൻ എല്ലാ വർഷത്തെ പോലെ തന്നെ കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അയാളുടെ വിശ്വാസം. പക്ഷേങ്കിൽ റിസൾട്ടോ സീറോ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ അയാൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അപ്പോൾ നാട്ടിലുള്ള ഒരു പ്രമുഖ വ്യക്തി ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്നത് കൃഷിയെ കുറിച്ചിട്ടില്ലേ. അപ്പോൾ അയാളുടെ വയലിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ എനിക്ക് പറ്റാത്ത, ഞാൻ കറക്റ്റായിട്ട് എല്ലാം വളമൊക്കെ ചേർത്തിരുന്നു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ആ ഒരു മനുഷ്യനോട് ചോദിച്ചു. അപ്പോൾ ആ പ്രമുഖ വ്യക്തി എന്താ ചെയ്തതെന്ന് വെച്ചാൽ അയാളിങ്ങനെ ഫുള്ള് വയലിലൂടെ എല്ലാം നടന്നു നോക്കിയിട്ട് പറഞ്ഞു, പ്രശ്നം നീ ചെയ്ത കൃഷിയിലോ അല്ലെങ്കിൽ ഇവിടെ നിറക്കിയ വളത്തിലോ ഒന്നുമല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഒഴുക്കിലാണ് പ്രശ്നം എന്ന് പറഞ്ഞു. പ്രശ്നം എന്തായിരുന്നു? പ്രശ്നം വെള്ളത്തിൻ്റെ ഒഴുക്കിലാണെന്ന്. അപ്പോൾ വെള്ളം ഒഴുകാതായപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ മൊത്തം വളർച്ചയും നിലച്ചു. അപ്പോൾ ആക്ച്വലി മൊത്തം കൃഷി കുറയാനുള്ള കാര്യം വെള്ളമായിരുന്നു. അപ്പോൾ ഈ കർഷകൻ എന്തായിരുന്നു, വീണ്ടും ആ തോടിനൊക്കെ വൃത്തിയാക്കിയിട്ട് ആ വെള്ളത്തിന് സൂപ്പറായിട്ട് ഒഴുകാൻ അയാളെല്ലാം അതിന് വേണ്ട സജ്ജീകരണമൊക്കെ ചെയ്തു. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്തായി, വീണ്ടും പച്ച പിടിച്ചു, വിളകൾ വീണ്ടും ജീവനെടുത്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതൊരു വയലിൻ്റെ മാത്രം കഥയല്ല, നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കഥ കൂടിയാണ്. ആക്ച്വലി നമ്മുടെ ശരീരം ആ ഒരു വയലാണ്, വെള്ളം എന്താണ്, ആ ഒരു തോടാണ് വെള്ളം. അപ്പം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിനും വെള്ളം ആവശ്യമുണ്ട്. ഹൃദയത്തിന്, ഓരോ പാർട്സിനും നമുക്ക് വെള്ളം ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയുമ്പോൾ എന്താക്കും, നമ്മുടെ ശരീരം ഒരുപാട് സിഗ്നൽസ് കാണിച്ചു തരും. എന്തൊക്കെയാണ് ആ സിഗ്നൽസ്? ഭയങ്കരമായിട്ട് തലവേദന, നമുക്ക് ദേഷ്യം വരും, നമുക്കിങ്ങനെ സ്ട്രെസ്സ് കൂടും, അങ്ങനെ ഒരുപാട് സിഗ്നൽസ്, നമ്മുടെ കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ ഇത് മൊത്തം അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാവില്ല. എന്നിട്ട് നമ്മ ഇങ്ങനെ പറയും, എനിക്ക് തീരെ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ആക്ച്വലി എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോണ്ടല്ലോ നമ്മുടെ തോട്ട്സൊക്കെ മന്ദഗതിയിലായി പോകും, നമ്മളെ എനർജി ലെവൽ കുറയും ഭയങ്കരമായിട്ട്, നമ്മുടെ സ്ട്രെസ് ആണെങ്കിൽ ഭയങ്കര കൂടും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ബോഡീനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഈ ഒരു രഹസ്യം മനസ്സിലാക്കണം. നമ്മളിങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാൻ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ നിൽക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കയ്യിൽ എടുത്ത് വെക്കണം. എന്നിട്ട് നമ്മളൊരു ഡീപ്പായിട്ടുള്ളൊരു ശ്വാസം എടുക്കണം. എന്നിട്ട് നമ്മൾ മനസ്സിൽ ഇപ്രകാരം പറയണം. എന്ത് പറയണം? എൻ്റെ ഈ വെള്ളത്തിന് നന്ദി പറയണം, പിന്നെ എൻ്റെ മനസ്സിന് നന്ദി, എൻ്റെ ശരീരത്തിന് നന്ദി. അത് പറഞ്ഞിട്ട് നമ്മൾ ഈ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കുടിക്കണം. അപ്പോൾ സത്യം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് മുമ്പ് ചെയ്തതിനേക്കാളും നല്ല ബെറ്ററായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു നിമിഷത്തിന് നന്ദി പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ആ ഒരു മൈൻഡ്ഫുൾനെസ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എന്ത് പറയും? എൻ്റെ ശരീരത്തിന് നന്ദി, വെള്ളത്തിന് നന്ദി, ഈ ഒരു നിമിഷത്തിന് നന്ദി, എൻ്റെ ജീവിതത്തിന് നന്ദി എന്ന് പറയണം. അതാണ് ആക്ച്വലി, അത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. ആ ഒരു നിമിഷത്തിൽ ജീവിക്കുമ്പോൾ അത് തന്നെയാണ് ആക്ച്വലി മെഡിറ്റേഷൻ്റെ
എന്താണ് ഒരു തുടക്കം എന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഇങ്ങനെ ആരോടെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്യല് പൊതുവെ പെട്ടെന്ന് പ്രതികരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കുടിക്കണം. അപ്പോൾ ആക്ച്വലി നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും നമ്മൾ ആക്ച്വലി അപ്പോൾ അവിടെ ഒരു കുറച്ച് മിനിറ്റ്സ് ഇങ്ങനെ നമ്മൾ കൊടുക്കും. വെള്ളം കുടിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ ഉണ്ടാവുമല്ലോ. നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ ദേഷ്യത്തിൻ്റെ ആ ഒരു തീവ്രത ഉണ്ടല്ലോ എന്തായാലും കുറയും. നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഭയങ്കര ശാന്തമാകുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വയലിന് വെള്ളം ആവശ്യമായതുപോലെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വെള്ളം ഭയങ്കരമായിട്ട് അത്യാവശ്യമാണ്. വെള്ളം ആക്ച്വലി നമ്മുടെ ശരീരത്തിനെ സുഖപ്പെടുത്തുന്നു. ശരീരം ഭയങ്കരമായിട്ട് ആരോഗ്യകരമാകുമ്പോൾ എന്താവും നമ്മുടെ മനസ്സ് കൂടുതൽ തെളിയും. നമ്മുടെ മനസ്സ് അടിപൊളിയായിട്ട് തെളിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ലൈഫ് സൂപ്പറാവും. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ഈ ഒരു ശീലം തുടങ്ങണം. എപ്പോഴൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ആയിരിക്കണം നിങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? നന്ദിയോട് കൂടിയിട്ട് വേണം നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. നിങ്ങൾ ഭയങ്കര ഒരു സ്ട്രെസ്സിലൂടെയാണ് പോകുന്നത്. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ വലിയ വലിയ അത്ഭുതങ്ങളെല്ലാം ആക്ച്വലി തുടങ്ങുന്നത് ഇങ്ങനത്തെ നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ ടിപ്സ് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ വെള്ളം നന്ദിയോടെ കുടിക്കും എന്ന് തീരുമാനിച്ചാൽ കമൻറ്റ് ബോക്സിൽ പോയി ജസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. താങ്ക് യു സോ മച്ച്.